പ്രിയ വിദ്യാർത്ഥികളെ, ഡിസൊല്യൂഷൻ്റെ സമയത്ത് വരുന്ന ഒരു ഇലിസ്ട്രേഷനാണ് ഇന്നത്തെ ക്ലാസ്സിലും പ്രസൻറ്റ് ചെയ്യുന്നത്. റിയലൈസേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടുമാണ് ഈ ഇലിസ്ട്രേഷനിലും തയ്യാറാക്കാനുള്ളത്. നമുക്ക് ഇലിസ്ട്രേഷൻ നോക്കാം. സുനിൽ ആൻഡ് രവി വേർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. Their balance sheet as on March 31, 2017 is as follows. ഇവിടെ രണ്ട് പാർട്ട്നേഴ്സാണ്, സുനിൽ ആൻഡ് രവി. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. ഡിസൊല്യൂഷൻ്റെ സമയത്തുള്ള ബാലൻസ് ഷീറ്റാണ് താഴെ തന്നിട്ടുള്ളത്. അതിൽ ലയബിലിറ്റി സൈഡിൽ വരുന്നത് ക്രെഡിറ്റേഴ്സ്, മിസ്സിസ് സുനിൽസ് ലോൺ. ഇത് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ റിസർവ് ഫണ്ട് വരുന്നുണ്ട്, അത് ഡിവൈഡ് ചെയ്യണം. ദെൻ രവീസ് ലോണ്, ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസുകൾ സുനിലിൻ്റെയും രവിയുടെയും തന്നിട്ടുണ്ട്. ദെൻ അസറ്റ് സൈഡിൽ ബാങ്ക് ബാലൻസ് ഉണ്ട്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ഫർണിച്ചർ, പ്ലാന്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അൺഡിസ്ട്രിബ്യൂട്ടഡ് ലോസ് വരുന്നുണ്ട്, അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ അഡീഷണൽ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫേം വാസ് ഡിസോൾവ്ഡ് ഓൺ March 31, 2017 ഓൺ ദ ഫോളോയിങ് ടേംസ്. ഇപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് ഡേറ്റ് തന്നെ 2017 മാർച്ച് 31 ഈ ബിസിനസ് ഡിസോൾവ് ചെയ്യാണ്. താഴെ പറയുന്നതാണ് കണ്ടീഷൻസ്. ഫസ്റ്റ് കണ്ടീഷൻ, സുനിൽ എഗ്രീഡ് ടു ടേക്ക് ദ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അറ്റ് ₹8,000 ആൻഡ് ടു പേ മിസ്സിസ് സുനിൽസ് ലോൺ. സുനിൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ആ അസറ്റ് ആരെടുക്കുകയാണ്? അവർ സുനിൽ എടുക്കുകയാണ്. അതിന് വില കണക്കാക്കിയിട്ടുള്ള എത്രയാണ്? ₹8,000 ആണ്. ഇതെന്ത് ചെയ്യേണ്ടി വരും? സുനിൽ ഒരു അസറ്റാണ് കൊണ്ടുപോകുന്നത്, അപ്പോൾ സുനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ദെൻ അതുപോലെ തന്നെ മിസ്സിസ് സുനിലിന് കൊടുക്കാനുള്ള ഒരു ലയബിലിറ്റിയും ആരും ഏറ്റെടുക്കുന്നുണ്ട്? സുനിൽ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലയബിലിറ്റി ഏറ്റെടുക്കുകയാണെങ്കിൽ ആ എമൗണ്ട് എത്രയാണോ, ആ ലയബിലിറ്റി എമൗണ്ട് എത്രയാണോ അത്രയും എമൗണ്ട് ഫേം ആർക്ക് കൊടുക്കണം? സുനിലിന് കൊടുക്കണം. അതർ അസറ്റ്സ് വെയർ റിയലൈസ്ഡ്. സ്റ്റോക്ക് 5,000, ഡെറ്റേഴ്സ് 18,500, ഫർണിച്ചർ 4,500 ആൻഡ് പ്ലാന്റ് ₹25,000. ദെൻ അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സുനിൽ എടുത്തു, മറ്റ് അസറ്റുകൾ റിയലൈസ് ചെയ്ത കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇതിൻ്റെ ജേർണൽ എൻട്രി എന്താണ് വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ദെൻ എക്സ്പെൻസസ് ഓൺ റിയലൈസേഷൻ എമൗണ്ട് ടു ₹1,600. റിയലൈസേഷൻ്റെ സമയത്ത് എക്സ്പെൻസുകൾ വന്നിട്ടുണ്ട്, ₹1,600 അതിന് വേണ്ടിയിട്ട് ചിലവ് വന്നിട്ടുള്ളത്. ക്രെഡിറ്റേഴ്സ് എഗ്രീഡ് ടു ആക്സെപ്റ്റ് ₹37,000 ആസ് എ ഫൈനൽ സെറ്റിൽമെൻറ്റ്. ഇപ്പോൾ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളത് 38,000 ആണ്, പക്ഷെ 37,000 അവർ ആ എമൗണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദെൻ യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ റിയലൈസേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാങ്ക് അക്കൗണ്ട്. ഇതിൽ ജേർണൽ എൻട്രി എഴുതാൻ പറഞ്ഞിട്ടില്ല, അക്കൗണ്ടുകളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ആദ്യം ബാലൻസ് ഷീറ്റിലുള്ള അസറ്റുകൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഈ രണ്ട് അക്കൗണ്ടുകൾ ഒഴികെയുള്ള മറ്റ് അക്കൗണ്ടുകളാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ദെൻ ലയബിലിറ്റി സൈഡിൽ നിന്ന് ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിൽ വരുന്നത് ക്രെഡിറ്റേഴ്സും മിസ്സിസ് സുനിൽസ് ലോണും. ഈ രണ്ട് അക്കൗണ്ടുകളാണ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. റിസർവ് അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. രവിയുടെ ലോണ് എക്സ്റ്റേണൽ ലയബിലിറ്റി അല്ലാത്തത് കൊണ്ട് അത് നമ്മൾ രവിയുടെ അക്കൗണ്ട് തയ്യാറാക്കി അത് പേയ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യേണ്ടത്. ദെൻ ബാങ്ക് ബാലൻസ് ബാങ്ക് അക്കൗണ്ട് തയ്യാറാക്കുന്ന സമയത്ത് അങ്ങോട്ട് കൊണ്ടുപോകണം. ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടും കൊണ്ടുവരണം. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് തയ്യാറാക്കേണ്ടത്? ആദ്യം റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കാം. ഇപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ആദ്യം ബാലൻസ് ഷീറ്റിൽ നിന്ന് അസറ്റുകൾ കൊണ്ടുവരണം. ബാലൻസ് ഷീറ്റാണ് താഴെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഹൈലൈറ്റ് ചെയ്ത അസറ്റുകളാണ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരേണ്ടത്. എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കൊണ്ടുവരേണ്ടതില്ല. അപ്പോൾ ഈ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് അസറ്റ് കൊണ്ടുവരുമ്പോൾ ജേർണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു വേരിയസ് അസറ്റ്സ് എന്നാണ്. റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം സ്റ്റോക്ക് 6,000, ദെൻ ഡെറ്റേഴ്സ് 19,000, ഫർണിച്ചർ 4,000, ദെൻ പ്ലാന്റ് 28,000 ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് 10,000. എല്ലാം ബുക്ക് വാല്യൂവിലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ അസറ്റുകളെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഇനി ലയബിലിറ്റീസ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതിൻ്റെ ജേർണൽ എൻട്രി വരുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ മിസ്സിസ് സുനിൽസ് ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. ആദ്യം ക്രെഡിറ്റേഴ്സ് 38,000, ദെൻ മിസ്സിസ് സുനിൽസ് ലോണ് 10,000. ഇനി റിയലൈസേഷൻ്റെ എൻട്രികളാണ്
എഴുതേണ്ടത്. അപ്പോൾ ആദ്യം അസറ്റ് റിയലൈസ് ചെയ്യുന്ന എൻട്രികൾ. അപ്പോൾ ആദ്യത്തെ പോയിന്റിൽ പറയുന്നത് സുനിൽ എഗ്രീഡ് ടു ടേക്ക് ദ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ₹8,000. ഇൻവെസ്റ്റ്മെന്റിന്റെ ബുക്ക് വാല്യൂ 10,000 ആണെങ്കിലും അത് 8,000 റുപ്പീസ് വില കണക്കാക്കി അത് ആര് എടുത്തിട്ടുണ്ട്? സുനിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ സുനിൽ ഒരു അസറ്റാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്രയും എമൗണ്ട് സുനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ കുറച്ച് എഴുതണം. അല്ലെങ്കിൽ സുനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ എന്നാണ് അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത്. അത് റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. എമൗണ്ട് 8,000. ദെൻ സുനിൽ ഒരു ബാധ്യതയും ഏറ്റെടുക്കുന്നുണ്ട്. എന്താണ്? ആരുടെ ബാധ്യതയാണ്? മിസ്സീസ് സുനിൽസ് ലോൺ. എത്രയാണ് അവർക്ക് കൊടുക്കാനുള്ളത്? അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് 10,000 റുപ്പീസാണ് കൊടുക്കാനുള്ളത്. ഒരു ബാധ്യത ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത്രയും എമൗണ്ട്, ആ ഏറ്റെടുത്ത ബാധ്യത എത്രയാണോ അത്രയും എമൗണ്ട് ഫേം ആർക്ക് കൊടുക്കണം? സുനിലിന് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ സുനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 10,000 റുപ്പീസ് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. റിയലൈസേഷൻ അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റിംഗ് വരുന്നത് ഡെബിറ്റ് സൈഡിലാണ്. സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് 10,000. ദെൻ ഇനി വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴികെയുള്ള മറ്റ് അസറ്റുകളുടെ റിയലൈസേഷൻ ആണ്. ജേണൽ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. എത്രയാണ് എമൗണ്ട് വരുന്നത്? 5,000 പ്ലസ് 18,500 പ്ലസ് 4,500 പ്ലസ് 25,000. ഇത്രയും എമൗണ്ടുകൾ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 53,000. ഇപ്പോൾ റിയലൈസേഷൻ ഓഫ് അസറ്റ് കഴിഞ്ഞു. ദെൻ എക്സ്പെൻസസ് ഓൺ റിയലൈസേഷൻ എമൗണ്ടഡ് ടു ₹1,600. 1,600 രൂപയാണ് റിയലൈസേഷൻ എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. എന്താണ് ജേണൽ എൻട്രി വരുന്നത്? റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. എമൗണ്ട് 1,600. ദെൻ ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. 37,000 ആണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെയും ജേണൽ എൻട്രി വരുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണ്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം 37,000. ദെൻ ഇപ്പോൾ എല്ലാ അസറ്റുകൾ കൊണ്ടുവന്നു, ലയബിലിറ്റീസ് കൊണ്ടുവന്നു. ദെൻ അസറ്റുകൾ റിയലൈസ് ചെയ്തു, ലയബിലിറ്റീസ് എല്ലാം പേയ്മെൻറ്റ് നടത്തി. അതിനുശേഷം റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത്, 1,15,600. ദെൻ അത് ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതി. ഡെബിറ്റ് സൈഡിൽ കൂടുതൽ വന്നു എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? റിയലൈസേഷൻ ലോസ് ആണ്. എത്രയാണ് വരുന്നത്? 6,600. ഈ ലോസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ലോസ് ഓൺ റിയലൈസേഷൻ ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. സുനിലും രവിയാണ് ഇവിടുത്തെ പാർട്ട്നേഴ്സ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് താഴെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. 3:2. 6,600ൻ്റെ 3/5 സുനിലിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ 6,600ൻ്റെ 2/5 രവിയുടെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യണം. സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് 3,960. രവീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 2,640. ഇങ്ങനെയാണ് റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടുകൾ തയ്യാറാക്കാം. 2 എമൗണ്ടുകളും വരുന്നുണ്ട്, സുനിൽ ആൻഡ് രവി. ആദ്യം എഴുതേണ്ടത് ഇവരുടെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് എവിടെ നിന്ന് കൊണ്ടുവരണം? ബാലൻസ് ഷീറ്റിൽ നിന്നാണ് കൊണ്ടുവരേണ്ടത്. ബാലൻസ് ഷീറ്റിൽ പറയുന്നുണ്ട് സുനിലിൻ്റെ ബാലൻസ് 10,000 ആണ്, രവിയുടെ ബാലൻസ് 8,000 ആണ്. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റിൽ എഴുതണം. ബാലൻസ് ബ്രോട്ട് ഡൗൺ 10,000 ആൻഡ് 8,000. ദെൻ അതിനുശേഷം വരുന്നത് ബാലൻസ് ഷീറ്റിൽ തന്നെ വരുന്ന റിസർവ് ഡിവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഡിവൈഡ് ചെയ്യണം. ലയബിലിറ്റി സൈഡിൽ വരുന്ന റിസർവ് അത് കഴിഞ്ഞ വർഷങ്ങളിൽ അവർക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ആണ്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി വരുന്നത് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു രവീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് 3:2 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. വരുന്നത് 9,000ഉം 6,000ഉം. ടോട്ടൽ വരുന്നത് 15,000 ആണ്. ദെൻ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ലോസ് ആണ്, അത് ഡിവൈഡ് ചെയ്തിട്ടില്ല. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി വരുന്നത് സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ രവീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വരും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതും ഡിവൈഡ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ്, 4,500 ആൻഡ് 3,000. ദെൻ അതിനുശേഷം വേണ്ടത് സുനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ബാധ്യതയും ഏറ്റെടുത്തിട്ടുണ്ട്. സുനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു അസറ്റാണത്. സുനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി
സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ റിയലൈസേഷൻ എഴുതണം. ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, സുനിലിൻ്റെ കോളത്തിൽ മാത്രം 8,000. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുപോയതിന് പുറമെ സുനിൽ ഒരു ബാധ്യതയും ഏറ്റെടുത്തിട്ടുണ്ട്. ഏത് ബാധ്യതയാണ്? മിസ്സിസ് സുനിൽസ് ലോൺ 10,000 rupees. അപ്പം അങ്ങനെ ഒരു ബാധ്യത ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് ഫേം സുനിലിന് അങ്ങോട്ട് കൊടുക്കണം, സുനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം റിയലൈസേഷൻ അക്കൗണ്ട്, സുനിലിൻ്റെ കോളത്തിൽ 10,000. ദെൻ ഇനി വരുന്നത് റിയലൈസേഷൻ ലോസ് ആണ്. നേരത്തെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത സമയത്ത് ലോസ് ഓൺ റിയലൈസേഷൻ വന്നിട്ടുണ്ട്. ലോസ് ഓൺ റിയലൈസേഷൻ ആണ്, അതെന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് സൈഡിൽ റിയലൈസേഷൻ ലോസ് 3,960, ദെൻ 2,640. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന എല്ലാ എൻട്രികളും നമ്മൾ പോസ്റ്റ് ചെയ്തു. ദെൻ അതിനുശേഷം ബാലൻസ് ചെയ്യണം. സുനിലിൻ്റെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 29,000, അത് ഡെബിറ്റ് സൈഡിൽ എഴുതി. ബാലൻസ് വരുന്നത് 12,540. ഇത് സുനിലിന് അങ്ങോട്ട് കൊടുക്കാനുള്ള എമൗണ്ട് ആണ്. ദെൻ രവിയുടെ ടോട്ടൽ 14,000, അത് ഡെബിറ്റ് സൈഡിൽ എഴുതി. ദെൻ ബാലൻസ് വരുന്നത് 8,360. അപ്പോൾ ഈ രണ്ട് അമൗണ്ടുകളും ഫൈനൽ സെറ്റിൽമെൻ്റ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കണം. സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, രവീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ബാങ്ക് പേയ്മെൻ്റ് ആയിട്ടാണ് അത് കൊടുക്കുന്നത്. ദെൻ ഇനി ബാങ്ക് അക്കൗണ്ട് തയ്യാറാക്കാം. ബാങ്ക് അക്കൗണ്ടിൽ ആദ്യം എഴുതേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് എവിടെ നിന്ന് കിട്ടും? ബാലൻസ് ഷീറ്റിൽ നിന്ന് കിട്ടും. ബാലൻസ് ഷീറ്റിൽ പറയുന്നുണ്ട് 11,500 അസറ്റ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ എഴുതണം. ബാലൻസ് ബ്രോട്ട് ഡൗൺ 11,500. നേരത്തെ നമ്മൾ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആണ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അതിൻ്റെ പേയ്മെൻറ്റുകളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് നടത്തി. മിസ്സിസ് സുനിലിൻ്റെ ലോണ് സുനിൽ ഏറ്റെടുത്തു. ഇനി ക്യാപിറ്റലിന് പുറമെ രവി ബിസിനസ്സിലേക്ക് ലോണ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ലോൺ എന്ത് ചെയ്യണം? അത് പേയ്മെൻറ്റ് നടത്തണം. സാധാരണ ലയബിലിറ്റി പേയ്മെൻറ്റ് നടത്തുമ്പോൾ വരുന്ന ജേണൽ എൻട്രി തന്നെയാണ് എഴുതേണ്ടത്. രവീസ് ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം രവീസ് ലോണ് 5,000. ദെൻ അതിനുശേഷം അസറ്റുകൾ റിയലൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഇൻവെസ്റ്റ്മെൻറ്റ് സുനിൽ ഏറ്റെടുത്തു. അതിനുശേഷം വരുന്ന അസറ്റുകൾ റിയലൈസ് ചെയ്തപ്പോൾ 53,000 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്റ്റോക്ക് 5,000, ഡെറ്റേഴ്സ് 18,500, ഫർണിച്ചർ 4,500, പ്ലാന്റ് 25,000. ഇതിൻ്റെ ടോട്ടലായിട്ട് കിട്ടിയിട്ടുള്ളത് 53,000 ആണ്. ഇത് ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം 53,000. റിയലൈസേഷൻ എക്സ്പെൻസ് വന്നിട്ടുണ്ട്, അത് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. റിയലൈസേഷൻ എമൗണ്ട് 1,600. ദെൻ ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് 37,000, അതും പേയ്മെൻ്റ് ആണ്. ബാങ്ക് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എമൗണ്ട് 37,000. ഇനി വരുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫൈനൽ സെറ്റിൽമെൻ്റ് ആണ്. ഫൈനൽ സെറ്റിൽമെൻറ്റിൻ്റെ സമയത്ത് സുനിലിനും രവിക്കും നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ജേണൽ എൻട്രി വരുന്നത് സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, രവീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അത് രണ്ടും ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡിൽ സുനിൽസ് ക്യാപിറ്റൽ 12,540, രവീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 8,360. ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ടോട്ടൽ ചെയ്ത് നോക്കാം. ഈക്വലായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ എൻട്രികളും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ടോട്ടൽ വരുന്നത് 64,500. ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലും 64,500. നമ്മൾ ഈ ഇല്ലസ്ട്രേഷനിൽ എന്തൊക്കെയാണ് ചെയ്തത്? ആദ്യം റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കി. റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്തു. ദെൻ ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്തു. അതിനുശേഷം റിയലൈസേഷൻ ഓഫ് അസറ്റിൻ്റെ ജേണൽ എൻട്രി എഴുതി. ദെൻ പേയ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ്. ഇൻവെസ്റ്റ്മെൻറ്റ് സുനിൽ ഏറ്റെടുത്തു, അതിൻ്റെ എൻട്രി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ മിസ്സിസ് സുനിൽസ് ലോണും അയാൾ ഏറ്റെടുത്തിട്ടുണ്ട്, അതും ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്തു. റിയലൈസേഷൻ എക്സ്പെൻസ് വന്നു, ആ ജേണൽ എൻട്രിയും റിയലൈസേഷൻ അക്കൗണ്ടിൽ എഴുതി. ബാലൻസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ലോസ് ഓൺ റിയലൈസേഷൻ വന്നു 6,600. അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കി. ഓപ്പണിംഗ് ബാലൻസ് എഴുതി, റിസർവ് ഡിവൈഡ് ചെയ്തു. ദെൻ അതിനുശേഷം പ്രോഫിറ്റ് ഓർ ലോസ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് ലോസ് ഡിവൈഡ് ചെയ്തു. ഇൻവെസ്റ്റ്മെൻറ്റ് സുനിലിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. അതുപോലെ തന്നെ മിസ്സിസ് സുനിൽസ് ലോണ് സുനിലിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. ദെൻ റിയലൈസേഷൻ ലോസ് ഡെബിറ്റ് ചെയ്തു. അതിനുശേഷം വരുന്ന എമൗണ്ട് ഫൈനൽ സെറ്റിൽമെൻറ്റ്, ഫൈനൽ പേയ്മെൻറ്റ് നടത്തി. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയതാണ് ബാങ്ക് അക്കൗണ്ട്.
അതിൽ ഓപ്പണിംഗ് ബാലൻസിനോട് കൂടെ റിയലൈസേഷൻ എമൗണ്ട്, അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടിയിട്ടുള്ള എമൗണ്ട് ഡെബിറ്റ് ചെയ്തു. ബാക്കി എല്ലാം പേയ്മെൻറ്റുകളാണ്. രവിയുടെ ലോണ് പേയ്മെൻറ്റ് നടത്തി, ദെൻ എക്സ്പെൻസ് വന്നു, ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ്, അതുപോലെ തന്നെ 2 പാർട്ട്നേഴ്സിൻ്റെയും ഫൈനൽ സെറ്റിൽമെൻറ്റ്, അത് രണ്ടും പേയ്മെൻ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഡിസൊല്യൂഷൻ്റെ സമയത്ത് ഈ അക്കൗണ്ടുകളെല്ലാം തയ്യാറാക്കേണ്ടത് എന്ന് ചെയ്ത ഇലുസ്ട്രേഷനിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ.